നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ശ്രീറാമിനെ മാറ്റി സർക്കാർ. മൂന്നാർ വിഷയത്തിൽ CPM CPI ഭിന്നത നിലനിൽക്കെ ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കട്ടരാമനെ മാറ്റി സർക്കാർ. എംപ്ലോയ്മെന്റ് ഡയറക്ടറാക്കിയുള്ള പുതിയ നിയമനം മാനന്തവാടി സബ് കളക്ടറെ ദേവികുളത്തേക്ക് സ്ഥലം മാറ്റിയ ശേഷം 4 കൊല്ലമായ ഉദ്യോഗസ്ഥരെ മാറ്റുന്നുവെന്ന് ഔദ്യോഗിക വിശദീകരണം. ശ്രീറാം വെങ്കട്ടരാമനെ മാറ്റിയതിൽ എതിർപ്പ് പരസ്യമാക്കാതെ CPI. കളക്ടറെ മാറ്റിയത് നയപരമായ തീരുമാനമെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു. നടപടി ഭരണപരമെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. സ്ഥാനക്കയറ്റം വിവാദമാക്കേണ്ടതില്ലെന്നും വിശദീകരണം. അതേസമയം നടപടി തെറ്റായ സന്ദേശം നൽകുമെന്ന് പാർട്ടി ഇടുക്കി ജില്ലാ സെക്രട്ടറി. നികുതിയിൽ സമവായമായില്ല. GSTയെ തുടർന്ന് ഭക്ഷണ നികുതിയിൽ ഉടലെടുത്ത ആശയക്കുഴപ്പം പരിഹരിക്കാൻ ധനമന്ത്രി വിളിച്ചു ചേർത്ത ഹോട്ടൽ ഉടമകളുടെ യോഗത്തിൽ തീരുമാനമായില്ല. നികുതിയടക്കം നേരത്തെയുള്ള താരിഫിൽ വില ഏകീകരിക്കണമെന്ന് മന്ത്രിയും ഭക്ഷണ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്ന് ഉടമകളും. കോഴിയിറച്ചി ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്ക് മുൻമാസങ്ങളിലേതിനേക്കാൾ ഇരട്ടി വില. സർക്കാർ നിലപാടിൽ തീരുമാനം അസോസിയേഷൻ സംസ്ഥാന സമിതി ചർച്ച ചെയ്ത ശേഷമെന്നും ഉടമകൾ. കോഴി വ്യാപാരികൾ വില അന്യായമായി വർദ്ധിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് തോമസ് ഐസക്. ഹോട്ടൽ ഭക്ഷണവില ഏകീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ആവില്ല. വിഷയത്തിൽ അന്തിമ തീരുമാനം വൈകിട്ടത്തെ ചർച്ചയ്ക്ക് ശേഷമെന്നും മന്ത്രി. പഴുതടച്ച് തെളിവെടുപ്പ്. നടി അക്രമത്തിനിരയായ സംഭവത്തിൽ തെളിവുകൾ കൂട്ടിയിണക്കി പോലീസ്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭിച്ചതോടെ അന്വേഷണം ഏറെക്കുറെ പൂർണ്ണം. കേസിൽ ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ലെന്നും അതിനാൽ ഇതു സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ആലുവ റൂറൽ SP. തെളിവുകളിൽ കൂടുതൽ വ്യക്തത തേടി ദിലീപിനെയും നാദർഷയെയും വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ്. ഇരുവരും നേരത്തെ നൽകിയ മൊഴിയുടെയും പുതിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചോദ്യാവലിയിൽ മൊഴിയെടുപ്പ് 2 ദിവസത്തിനകം. ഗൂഢാലോചന തെളിയിക്കാൻ പഴുതുകളടച്ച തെളിവെടുപ്പിൽ അന്വേഷണ സംഘം. അതിനിടെ ജയിലിനകത്തെ ഫോൺ ഉപയോഗത്തിൽ പൾസർ സുനിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത പോലീസ്. തുടരന്വേഷണത്തിന് പ്രതി 5 ദിവസം കസ്റ്റഡിയിൽ വിട്ട് കാക്കനാട്ട് മജിസ്ട്രേറ്റ് കോടതി. കോയമ്പത്തൂരിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ്. താനിപ്പോൾ ചൂണ്ടയിലെന്നും സ്രാവുകൾ 2 ദിവസത്തിനകം പുറത്തുവരുമെന്നും പൾസർ സുനി. അതേസമയം കേസിൽ നിയമോപദേശം തേടിയെന്ന വാർത്ത തള്ളി ദിലീപ്. നടി അക്രമത്തിനിരയായ കേസിലൊന്നല്ല ഒരു കേസിലും സമീപകാലത്ത് ആരിൽ നിന്നും നിയമോപദേശം തേടിയിട്ടില്ല. മാപ്പ് പറഞ്ഞ പ്രസിഡന്റ്. അമ്മയുടെ വാർത്താ സമ്മേളനത്തിന് താരങ്ങൾ നടത്തിയ മോശം പരാമർശത്തിൽ മാപ്പ് ചോദിച്ച ഇന്നസെന്റ്. മുകേഷിന്റെയും ഗണേശിന്റെയും പെരുമാറ്റം തന്റെ പ്രതിച്ഛായയെ പോലും മോശമാക്കി. താരങ്ങൾ ബഹളം വച്ചത് ആ സമയത്തെ ആവേശം കാരണം. സംഘടന അക്രമത്തിനിരയായ നടിക്കൊപ്പമെന്നും അല്ലാത്ത തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും ഇന്നസെന്റ്. സംഭവത്തിൽ ദിലീപിനോട് വ്യക്തിപരമായ വിശദീകരണം തേടിയിരുന്നു. തെറ്റു ചെയ്തിട്ടില്ലെന്ന് താരം ആവർത്തിക്കുകയാണ് ഉണ്ടായത്. കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നും താൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും വിശദീകരണം. അമ്മ എന്ന സംഘടന തുടങ്ങിയത് ചലച്ചിത്ര താരങ്ങൾക്ക് സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെ. അമ്മ പിരിച്ചുവിടണമെന്ന ഗണേഷ് കുമാറിന്റെ കത്ത് വേദനിപ്പിച്ചു. എന്നാൽ ഗണേഷിന്റെ പല ആവശ്യങ്ങളിലും കഴമ്പുണ്ടെന്നും ഇന്നസെന്റിന്റെ കൂട്ടിച്ചേർക്കൽ. വനിതാ സംഘടനയെ സ്വാഗതം ചെയ്യുന്നതായും പ്രതികരണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.